നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ, സുഗതകുമാരി, കമല സുരയ്യ, കമലാദേവി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിതയായിരുന്നു ബാലാമണിയമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥാപിതമായത് മഹാരാഷ്ട്രയിലായിരുന്നു. ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഡിണ്ടിഗൽ, ഊട്ടി, വെല്ലൂർ, തിരുച്ചിറപ്പള്ളി. ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദ്രാവിഡ ഭാഷ ഏത്? ഉറുദു, മലയാളം, കന്നഡ, തമിഴ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദ്രാവിഡ ഭാഷയാണ് മലയാളം. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നത് എവിടെ? ഡെറാഡൂൺ, ഗോരഖ്പൂർ, ഹൈദരാബാദ്, സെക്കന്ദരാബാദ്. ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ ഹൈദരാബാദിലാണ് നിലവിൽ വന്നത്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത്? ഫോസ്ഫറസ്, മഗ്നീഷ്യം, മെർക്കുറി, ലിഥിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ്. റോമക്കാരുടെ സന്ദേശവാഹകരുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? വ്യാഴം, ശനി, ശുക്രൻ, ബുധൻ. ബുധനാണ് ശരിയായ ഉത്തരം. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഔഷധം അയോമെട്രോൾ, ബെനഡിക്ടൈൽ, ആൻറ്റിഹിംലി. ഇവയൊന്നുമല്ല. ബെനഡിക്ടൈലാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതി ഏത്? സ്വർഗമോക്ഷം വഞ്ചിപ്പാട്ട്, രാമായണം പാട്ട്, ആനന്ദഗാനം, മോക്ഷപ്രദീപം. ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതിയായിരുന്നു സ്വർഗമോക്ഷം വഞ്ചിപ്പാട്ട്. അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ, ബേക്കലൈറ്റ്, പോളിത്തീൻ, പോളിവിനൈൽ. മെലാഫൈൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ നിലവിൽ വരുന്നത് എവിടെയാണ്? ആസാം, ഉത്തർപ്രദേശ്, ജയ്പൂർ, ദുർഗാപൂർ. ദുർഗാപൂറിലാണ്. തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്ററി സ്റ്റേഷൻ സ്ഥാപിച്ചത് മേരി പുന്നൻ ലൂക്കോസ്, ലളിത പ്രഭു, കെ ദേവയാനി, ലക്ഷ്മി മേനോൻ. റേഡിയം സാനിറ്ററൈസേഷൻ സ്ഥാപിച്ചത് മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? നാണിക്കുട്ടിയമ്മ, ശ്രീലതാദേവി, ആനി മസ്ക്രീൻ, അക്കാമ ചെറിയാൻ. ആനി മസ്ക്രീൻ ആണ് ശരിയായ ഉത്തരം. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ആസാം, പഞ്ചാബ്, ബീഹാർ, രാജസ്ഥാൻ. ആസാമാണ് ശരിയായ ഉത്തരം. സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഷില്ലോങ്, ഇംഫാൽ, നോയിഡ, മധുര. സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിലാണ്. അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തു ഏത്? ഉപ്പ്, വെള്ളം, ചൂല്, പാൽ. അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുവാണ് ചൂൽ. കുളിക്കുമ്പോൾ ആദ്യം തോർത്തേണ്ട ഭാഗം ഏത്? കഴുത്ത്, തല, മുഖം, പുറം. കുളിക്കുമ്പോൾ ആദ്യം തോർത്തേണ്ട ഭാഗമാണ് പുറം. അക്ഷയ പ്രൊജക്റ്റ് ആദ്യം നടപ്പിലാക്കിയ ജില്ല പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂർ, മലപ്പുറം.
അക്ഷയ പ്രൊജക്റ്റ് ആദ്യം നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലായിരുന്നു. പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം കബഡി, ടെന്നീസ്, ഹോക്കി, ഫുട്ബോൾ. പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ദേശീയ കായിക വിനോദം. ഒരു ഹോക്കി പന്തിൻ്റെ ഏകദേശം ഭാരം എത്ര? 300 ഗ്രാം, 150 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം. ഒരു ഹോക്കി പന്തിൻ്റെ 150 ഗ്രാമാണ്. ഹോക്കി മത്സരത്തിൻ്റെ സമയദൈർഘ്യം എത്ര? 30 മിനിറ്റ്, 50 മിനിറ്റ്, 70 മിനിറ്റ്, 60 മിനിറ്റ്. ഒരു ഹോക്കി മത്സരത്തിൻ്റെ സമയദൈർഘ്യം 70 മിനിറ്റ് ആയിരിക്കും. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? 11, 12, 10, 5. ഒരു ഹോക്കി ടീമിൽ 11 കളിക്കാരുണ്ടാകും. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 1.3 സെക്കൻഡ്, 1.5 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡാണ് ആവശ്യം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് ചാലനം മൂലം, സംവഹനം മൂലം, വികിരണം മൂലം, താപധാരിത മൂലം. താപധാരിത മൂലം. കുഷ്ഠം പോലുള്ള ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വനവിഭവം കസ്തൂരി മഞ്ഞൾ, തേൻ, യൂക്കാലിപ്സ് ഓയിൽ, മെഴുക്. കസ്തൂരി മഞ്ഞളാണ് ശരിയായ ഉത്തരം. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, പാർസോമീറ്റർ, സോണോമീറ്റർ. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം മീനമാസത്തിലെ സൂര്യൻ, ജന്മഭൂമി, പിറവി, വനമാല. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് പിറവി. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? റാഡ്ക്ലിഫ്, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ് ആയിരുന്നു. കേരളത്തിലെ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? തിരൂര്, പറവൂർ, തൃശ്ശൂർ, ആലുവ. കേരളത്തിലെ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ആണ് തിരൂർ. മിശ്രവിവാഹരുടെ സുരക്ഷയ്ക്കായി സേഫ് ഹോം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക, ബീഹാർ, കേരളം, തമിഴ്നാട്. സേഫ് ഹോം പദ്ധതി ആരംഭിക്കുന്നത് കേരളത്തിലാണ്. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയൻ്റെ ആസ്ഥാനം നിലമ്പൂർ, വടകര, കണ്ണപുരം, മലപ്പുറം. നിലമ്പൂരിലായിരിക്കും. 2020 ഒക്ടോബറിൽ ലോക ഉത്തരവാദിത്വ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം കുമരകം, കൊച്ചി, ദേവികുളം, കൊടുങ്ങല്ലൂർ. കുമരകമാണ് ശരിയായ ഉത്തരം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം അമേരിക്ക, റഷ്യ, ജപ്പാൻ, ഫ്രാൻസ്. അമേരിക്കയായിരുന്നു. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഏത്? കൊറിയ, സിംഗപ്പൂർ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയാണ് ശരിയായ ഉത്തരം. 2020 കോമൺവെൽത്ത് ദിനം ഡിസംബർ 3, മാർച്ച് 9, ജനുവരി 15, ഏപ്രിൽ 12. മാർച്ച് 9-നാണ്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഇറാത്തോസ്തനീസ്, കോപ്പർനിക്കസ്, ടോളമി, ആര്യഭട്ടൻ. ഇറാത്തോസ്തനീസ് ആണ്.
ഉത്തരേന്ത്യൻ എക്കൽ സമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഏത്? സിന്ധു സമതലം, ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം ഇവയൊന്നുമല്ല. ഗംഗാ സമതലമാണ്. ചൂടായ വായു വികസിച്ചുയരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്? ഭൗമവികിരണം, അഭിവഹനം, താപചാലനം, സംവഹനം. സംവഹനമാണ് ശരിയായ ഉത്തരം. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? കാൽ ബൈശാഖി, ഹർമാറ്റൻ, മിസ്ട്രസ്, ഓഗി. ഹർമാറ്റനാണ് ശരിയായ ഉത്തരം. പുതിയ കണക്കു പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് പുറന്തള്ളുന്ന രാജ്യം? ചൈന, ഇന്ത്യ, സിക്കിം, പാകിസ്ഥാൻ. ചൈനയാണ് ശരിയായ ഉത്തരം. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം ഏത്? ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം ഇവയൊന്നുമല്ല. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. എൽ നിനോ എന്ന വാക്കിനർത്ഥം? മാലാഖ, ചെറിയ പെൺകുട്ടി, ഉണ്ണിയേശു, നക്ഷത്രങ്ങൾ. എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. കോളനിവൽക്കരിക്കാത്ത ഏക ഏഷ്യൻ രാജ്യം? ഫിലിപ്പൈൻസ്, തായ്ലാൻഡ്, മംഗോളിയ, അഫ്ഗാനിസ്ഥാൻ. കോളനിവൽക്കരിക്കാത്ത ഏക ഏഷ്യൻ രാജ്യമാണ് തായ്ലാൻഡ്. യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഏത്? യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ. യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഓസ്ട്രേലിയയിലാണ്. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം? അൾജീരിയ, നൈജീരിയ, സൊമാലിയ, ബറുണ്ടി. ബറുണ്ടിയാണ് ശരിയായ ഉത്തരം. അന്തരിച്ച റോബർട്ടോ കലാസോ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്, ഇറ്റലി, അയർലൻഡ്, ജർമ്മനി. ഇറ്റലിയാണ് ശരിയായ ഉത്തരം. രാജസ്ഥാൻ നിയമസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടതാര്? വാസുദേവ് ദേവ്നാനി, കാളിചരൺ സരഫ്, സച്ചിൻ പൈലറ്റ്, ഭജൻലാൽ ശർമ്മ. വാസുദേവ് ദേവ്നാനിയാണ് ശരിയായ ഉത്തരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഡീൻ എൽഗർ ഏത് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ്? ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ. ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം. അംനിയ ഫോർട്ട് ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? അലാസ്ക, സൈബീരിയ, ഗോലാൻ, സഹാറ. സൈബീരിയയാണ് ശരിയായ ഉത്തരം. വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ, ബിക്കാനീർ, ഇൻഡോർ, ഉജ്ജയിൻ. ഉജ്ജയിനാണ് ശരിയായ ഉത്തരം. ബ്രയാൻ മൾറോണി ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? ഫ്രാൻസ്, ചിലി, കാനഡ, ഇസ്രായേൽ. കാനഡയാണ് ശരിയായ ഉത്തരം. എത്ര റെയിൽവേ സ്റ്റേഷനുകൾ അഭിമാനകരമായ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ട്? 150, 152, 154, 157. 150 ശരിയായ ഉത്തരം. ഇന്ദിരാമ ഭവന പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടക. തെലങ്കാനയാണ് ശരിയായ ഉത്തരം. കലേസർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്, ബീഹാർ, ഹരിയാന, ഉത്തർപ്രദേശ്. ഹരിയാനയാണ് ശരിയായ ഉത്തരം. ബീഹാർ മുഖ്യമന്ത്രി അത്യാധുനിക സ്പോർട്സ് അക്കാദമിയും സ്പോർട്സ് യൂണിവേഴ്സിറ്റിയും ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്?
നളന്ദ, ഗയ, രാജ്ഗിർ, പട്ന. രാജ്ഗിർ ആണ് ശരിയായ ഉത്തരം. അടിയന്തര മാനേജ്മെന്റിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ഇന്തോ റഷ്യൻ കമ്മീഷൻ യോഗം എവിടെയാണ് നടന്നത്? ചെന്നൈ, ന്യൂഡൽഹി, മോസ്കോ, ചണ്ഡീഗഡ്. മോസ്കോയാണ് ശരിയായ ഉത്തരം. യാത്രയ്ക്ക് സൗകര്യപ്രദമായ ക്യാബുകൾ ബുക്ക് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ടാക്സി ആപ്പ് ഏത് സംസ്ഥാന സർക്കാരാണ് ആരംഭിച്ചത്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഗോവ, കേരളം. ഗോവയാണ് ശരിയായ ഉത്തരം. നെല്ല് വൈക്കോൽ കത്തിക്കുന്നത് തടയാൻ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. പഞ്ചാബാണ് ശരിയായ ഉത്തരം. പൈപ്പ് കമ്പോസ്റ്റിംഗ് ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അസം, ജാർഖണ്ഡ്. അസമാണ് ശരിയായ ഉത്തരം. 2018 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഷാരൂഖ് ഖാൻ. ഇവരാരുമല്ല. അക്ഷയ് കുമാറാണ് ശരിയായ ഉത്തരം. ആദ്യത്തെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ബിസിനസ് ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? കേപ്പ് ടൗൺ, പ്രിട്ടോറിയ, ജോഹന്നാസ്ബർഗ്, ന്യൂഡൽഹി. ജോഹന്നാസ്ബർഗ് ആണ് ശരിയായ ഉത്തരം. ബർക്കാന വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, കർണാടക, അരുണാചൽ പ്രദേശ്. കർണാടകയാണ് ശരിയായ ഉത്തരം. വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം. സാർക്ക് ധനമന്ത്രിമാരുടെ 12ാമത് അനൗപചാരിക യോഗത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഇന്ത്യ, ഫിലിപ്പീൻസ്, മ്യാൻമർ, മലേഷ്യ. ഫിലിപ്പീൻസ് ആണ് ശരിയായ ഉത്തരം. 58ാമത് റൈസിംഗ് ഡേ ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? മെയ് 6, മെയ് 7, മെയ് 5, മെയ് 4. മെയ് 7 ആണ് ശരിയായ ഉത്തരം. ദ്വിവാർഷിക നേവൽ കമാൻഡറുടെ സമ്മേളനം ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ന്യൂഡൽഹി, ചെന്നൈ, പൂനെ, കൊൽക്കത്ത. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. ആദ്യ അപ്പെക്സ് കോൺഫറൻസ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ഷിംല, വാരണാസി, ഭോപ്പാൽ, ഗാന്ധിനഗർ. ഭോപ്പാലാണ് ശരിയായ ഉത്തരം. തിറോഡ തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ. മഹാരാഷ്ട്രയാണ് ശരിയായ ഉത്തരം. പുതിയ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രിയായി ആരാണ് നിയമിതനായത്? ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി കുമാർ, അനന്ത്കുമാർ, അൽഫോൺസ് കണ്ണന്താനം. ധർമ്മേന്ദ്ര പ്രധാനാണ് ശരിയായ ഉത്തരം. ടൂറിസം ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്ത്യൻ വനിതാ അംബാസഡറായി മാറിയ ബോളിവുഡ് നടി? പരിനീതി ചോപ്ര, ഐശ്വര്യ റായ്, ദീപിക പദുക്കോൺ, കരീന കപൂർ. പരിനീതി ചോപ്രയാണ് ശരിയായ ഉത്തരം. മലിനമായതോ എഴുതിയതോ ആയ കറൻസി നോട്ടുകൾ മാറ്റാൻ വിസമ്മതിച്ചാൽ ബാങ്കുകളിൽ നിന്ന് എത്ര പിഴ ചുമത്തും? 20,000, 5,000, 15,000, 10,000. 10,000 ശരിയായ ഉത്തരം. അടുത്തിടെ അന്തരിച്ച റെനെ പ്രവൽ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്തി, ഗ്രീസ്, ഫ്രാൻസ്, ഇറാഖ്. ഹെയ്തിയാണ് ശരിയായ ഉത്തരം. ഇതിഹാസ ചലച്ചിത്ര നടി ജീൻ മോറോ അന്തരിച്ചു. അവൾ ഏത് രാജ്യത്ത് നിന്നാണ് വന്നത്? ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ഇറ്റലി.
ഫ്രാൻസ് ആണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാൽനട തൂക്കുപാലം ഏത് രാജ്യത്താണ് തുറന്നത്? ഫിലിപ്പീൻസ്, സ്വിറ്റ്സർലൻഡ്, ഇന്തോനേഷ്യ, ജപ്പാൻ. സ്വിറ്റ്സർലൻഡാണ് ശരിയായ ഉത്തരം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ധീരേന്ദ്ര സ്വരൂപ്, സുധാകർ റാവു, എസ് രാമധോറായ്, പങ്കജ് പട്ടേൽ. ധീരേന്ദ്ര സ്വരൂപാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ മിസൈൽ ഉപസംവിധാന നിർമ്മാണ കേന്ദ്രം ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ന്യൂഡൽഹി, ഹൈദരാബാദ്, പൂനെ, ഗുവാഹത്തി. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരിന് അനുമതി ലഭിച്ചു? ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, അസം, കർണാടക. ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. രജനീഷ് ഗുർബാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, ചെസ്, ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് ശരിയായ ഉത്തരം. മൈലാപ്പൂർ ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക. കർണാടകയാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ആദ്യത്തെ IT ക്യാമ്പസ് ഏത് സംസ്ഥാന സർക്കാരാണ് സ്ഥാപിക്കുന്നത്? ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ്. ഒഡീഷയാണ് ശരിയായ ഉത്തരം. 5% സംവരണത്തിനുള്ള കാപ്പു സംവരണ ബിൽ ഏത് സംസ്ഥാന നിയമസഭയാണ് പാസാക്കിയത്? തമിഴ്നാട്, കേരളം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. തെലങ്കാനയാണ് ശരിയായ ഉത്തരം. ഫൈറ്റോ സാനിറ്ററി വിഷയങ്ങളിൽ സഹകരണത്തിനായി ഇന്ത്യയും ഏത് രാജ്യവും അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു? ഇറ്റലി, മലേഷ്യ, ഓസ്ട്രേലിയ, ജപ്പാൻ. ഇറ്റലിയാണ് ശരിയായ ഉത്തരം. 17-ാം നൂറ്റാണ്ടിലെ ഊന്തുകടൽ പാലം ഈയിടെ വാർത്തകളിൽ നിറഞ്ഞത് ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ജമ്മു കാശ്മീറാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക അടുത്തിടെ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? കൊൽക്കത്ത, ഗാന്ധിനഗർ, ഗുവാഹത്തി, ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ സാനിറ്റേഷൻ കൺവെൻഷൻ അടുത്തിടെ സമാപിച്ചത് ഏത് നഗരത്തിലാണ്? അഹമ്മദാബാദ്, കാൺപൂർ, ന്യൂഡൽഹി, ഗാന്ധിനഗർ. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറിയത് ഇനി പറയുന്ന നഗരങ്ങളിൽ ഏതാണ്? ന്യൂഡൽഹി, ചണ്ഡീഗഡ്, കൊൽക്കത്ത, ചെന്നൈ. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. സൈബർ ഭീഷണിയുടെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 1, 2, 3, 4. 3 ശരിയായ ഉത്തരം. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഗുരുരാജ, ശ്രീഹരി നടരാജ്, വിർദാവൽ ഘാടെ, മീരാബായ് ചാനു. ഗുരുരാജയാണ് ശരിയായ ഉത്തരം. ചക്രവത് 2018 ഏത് സംസ്ഥാന സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് ഇന്ത്യൻ നാവികസേന സംഘടിപ്പിക്കുന്നത്? പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ഒഡീഷ, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. ഇലക്ഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ആദ്യത്തെ ഓറിയൻറ്റേഷൻ വർക്ക്ഷോപ്പ് നടത്തിയത്? ബാംഗ്ലൂർ, മുംബൈ, ജയ്പൂർ, ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. കർണാടകയാണ് ശരിയായ ഉത്തരം.
പുതിയ മുക്തിജോധ സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യ ബംഗ്ലാദേശിന് എത്ര തുക നൽകും? 20 കോടി, 25 കോടി, 35 കോടി, 30 കോടി. 35 കോടിയാണ് ശരിയായ ഉത്തരം. 2017 അവ്വയാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മുകേഷ് ആഗി, പത്മ വെങ്കിട്ടരാമൻ, ശാരദ മേനോൻ, കീർത്തി ഘോഷ്. പത്മ വെങ്കിട്ടരാമനാണ് ശരിയായ ഉത്തരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പൂനെ, ഡെറാഡൂൺ, വിശാഖപട്ടണം, ഇൻഡോർ. ഡെറാഡൂൺ ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് വാർഡ് ഇനിപ്പറയുന്ന ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, കേരളം, അസം. കേരളമാണ് ശരിയായ ഉത്തരം. ഏത് സമയത്തെ ലൈംഗിക ബന്ധമാണ് സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്തത്? ആർത്തവ സമയം, സന്തോഷമായിരിക്കുമ്പോൾ, ദേഷ്യമായിരിക്കുമ്പോൾ, ഇവയൊന്നുമല്ല. പഠനങ്ങൾ പ്രകാരം ആർത്തവ സമയത്തെ